പാലക്കാട് ഇടതുപക്ഷത്തിന് കാലിടറിയെന്നോ ഇടതുപക്ഷത്തിനേറ്റ പരാജയത്തെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ ഒരുമ്പെടുന്നതിന് മുന്നോടിയായിട്ട് വസ്തുത ചിലർ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ബേസ്മെൻറ്റ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം സരിനിലൂടെ നടത്തിയ പോരാട്ടം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണ്ടേ? ഒന്ന് കേട്ടെ. സ്വന്തം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന സമയത്ത്, സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന സമയത്ത് പോലും സമാഹരിക്കാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സരിന്റെ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ. സരിനെ സംബന്ധിച്ച് സരിൻ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് വോട്ടായിരുന്നു ഇത്തവണ പിടിച്ചിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ CPM-ന്റെ വോട്ട് ബേസിൽ ഇതൊരു ബൈപോളാർ കോൺടെസ്റ്റ് ആയി മാറുമ്പോൾ വലിയൊരു ഇറോഷൻ സംഭവിച്ചിരുന്നു എങ്കിൽ അത് തീർച്ചയായും സരിന് കൂടി വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇത്തവണ ഈ കാര്യങ്ങൾ സരിനെ വിശദീകരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം LDF-നെ സംബന്ധിച്ച് LDF-ന്റെ വോട്ട് കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല കൂടി. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് 2021-നെയും 2024 ലോക്സഭയും അപേക്ഷിച്ച് നോക്കിയാൽ LDF-ന്റെ പ്രകടനം ബെറ്റർ ആണ് എന്ന് മാത്രമല്ല അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ചിഹ്നമില്ലാത്ത CPM-കാരനല്ലാത്ത കോൺഗ്രസിൽ നിന്ന് തലേദിവസം വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതുകൊണ്ട് CPM-ന്റെ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ. എന്നാൽ നോക്കൂ, LDF തരംഗം ഉണരണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 രാഷ്ട്രീയ കാലാവസ്ഥയല്ല 2024. LDF തരംഗം സംസ്ഥാന വ്യാപകമായി ആഞ്ഞെടുക്കുകയും 99 സീറ്റുകൾ LDF-ന് കിട്ടുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് P സരിന് ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നല്ല രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ കണ്ണാടിയിലും മാത്തൂരിലും CPM-ന്റെ വോട്ടുകൾ, CPM-ന് സമാഹരിക്കാൻ കഴിയുന്ന മുഴുവൻ വോട്ടുകളും നേടിയിട്ടുണ്ട്. അവസാനത്തെ 4 റൗണ്ടുകളിൽ LDF പോലും ചെയ്തു. അതുകൊണ്ട് സരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. LDF-ന് അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പോസിറ്റീവായി എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് LDF-ന് സംഭവിച്ചത്, പാലക്കാട് സംഭവിച്ചത് എന്നത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അതെ, 13.5 വർഷമായി പാലക്കാട് എന്ന മണ്ഡലത്തിൽ മത്സരത്തിൽ ഇടതുപക്ഷം കളത്തിന് പുറത്താണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ബേസ് വോട്ടുകൾക്ക് കുറവ് വന്നിരുന്ന പശ്ചാത്തലം. പക്ഷേ സരിൻ മത്സരരംഗത്തേക്ക് വന്നപ്പോൾ കഥ മാറി, കളവും മാറി. മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിൽ ഇടതുപക്ഷം സ്വന്തം വോട്ട് സമാഹരിച്ചു. എന്തിനേറെ പറയുന്നു, അവസാന 3 റൗണ്ടുകളിൽ ലീഡിലേക്ക് വരാനും സരിന് കഴിഞ്ഞു. ചുരുങ്ങിയ 30 ദിവസത്തിനകത്തെ രാഷ്ട്രീയം മാത്രം പേറിയ സരിൻ ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം മണ്ഡലത്തിൽ പുതു പ്രതീക്ഷ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അഥവാ ലോങ് ടേം പ്രോജക്റ്റായി മാറിയിരിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് എതിർ പാർട്ടിക്കാർക്ക് ബോധ്യപ്പെടും. ചില തോൽവികൾ വിജയത്തിൻ്റെ പടിവാതിലാണ്. നാട്ടിലെ സകലമാന വർഗീയ വിഷയങ്ങളെയും ചേർത്ത് പിടിച്ച് വിജയിച്ചു എന്ന് ആഹ്ലാദിക്കുന്ന കോൺഗ്രസിന് നാളെ സരിനൊരു തുറുപ്പ് ചീട്ടാണ്. നഷ്ടപ്പെട്ടു പോയ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ബേസ് വോട്ടുകളെ ഉയർത്തിക്കൊണ്ട് വളരെ ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ടെന്നുള്ള പ്രചരണങ്ങൾക്കിടയിലും 2 മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ സംഗതി ജോറാണ്. വരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു ചവിട്ടുപടി ഏത് രീതിയിലാണ് പാലക്കാട് മണ്ണിൽ പൂർത്തീകരിക്കാൻ പോകുന്നതെന്ന് കോൺഗ്രസ് അനുഭവിച്ചറിയാനേ പോകുന്നുള്ളൂ. തൽക്കാലത്തേക്ക് SDPI, ജമാഅത്ത് ഇസ്ലാമി, സംഘി ടീംസിനെ എല്ലാം കൂട്ടുനിർത്തി ഈ ഒരു വിജയം നേടിയെടുത്തെങ്കിൽ ആ വിജയം വരും കാലങ്ങളിൽ വലിയ വിനയായി മാറാൻ പോകുന്ന വിജയമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുന്നേറ്റം നടത്തി ഗ്രീൻ സിഗ്നൽ കാണിച്ചിരിക്കുന്ന സരിൻ പാലക്കാടിൻ്റെ തലപ്പത്ത് വരുന്ന കാലം വിദൂരമല്ല. ഓർത്തു വെച്ചോളൂ, എഴുതി സൂക്ഷിച്ചോളൂ.